വീട് വെക്കാനുള്ള രണ്ടല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഞാനിപ്പോൾ സിനിമയ്ക്ക് വരുമ്പോൾ നല്ല ഹോട്ടലുകളിൽ വലിയ വലിയ ഹോട്ടലിൽ നല്ല റൂമുകളിൽ എ സിയിലൊക്കെ കിടക്കും. അപ്പം അങ്ങനൊന്നും എൻ്റെ വീട്ടുകാർക്ക് കിടക്കാനൊന്നും പറ്റിയിട്ടില്ലെന്നേ. അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നല്ല ഒരു മെത്തയിൽ കിടക്കാൻ എൻ്റെ അച്ഛന് പറ്റിയിട്ടില്ല. അപ്പം മരിക്കാറൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം എൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും അല്ലെങ്കിൽ മകനും അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കുന്നു എന്ന് അവരവിടെ കിടക്കുന്നുണ്ട് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ എനിക്ക് ഈ എ സി കിടന്ന തണുപ്പുണ്ടാകത്തുള്ളൂ. ഇതേപോലെ നാട്ടിൽ നടന്ന വേറൊരു സംഭവമായിരുന്നു ടൊവിനോയ്ക്ക് കൊടുത്ത സ്വീകരണം. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത നീല വെളിച്ചം എന്ന സിനിമയില് നല്ലൊരു കഥാപാത്രം ടൊവിനോയുടെ കൂടെ ചെയ്തു. അതിനു മുന്നേ കളയിലാണെങ്കിലും ടൊവിനോയുടെ കൂടെ ഉണ്ടായിരുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും, കള, ഇതെല്ലാം ടൊവിനോയുടെ കൂടെ വളരെ ശക്തമായിട്ടുള്ള കൂട്ടുകെട്ടിൽ വരുന്നുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസ് കരിയറിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഭയങ്കര പുള്ളിക്ക്. പക്ഷെ ഒരു സ്ഥലത്തും പുള്ളി പറഞ്ഞായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പ്രമോദിനെ വിളിക്കണമെന്ന്. ഇൻസിഡൻ്റായിട്ട് സംഭവിച്ചു പോകുന്ന ഇൻസിഡൻറ്റ്. അപ്പം ചേരുന്ന പുള്ളിയാണ്, കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണ്ടാന്ന് പറയത്തില്ല, അങ്ങനെ ഒരു ബന്ധം. പിന്നെ അല്ലാതെ ഒരിക്കലും പുള്ളി പറഞ്ഞിട്ടല്ല, അത് തന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പറഞ്ഞിട്ടില്ല, ചേട്ടൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് ഭയങ്കര താല്പര്യം എന്നോട്. അതെന്തോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനൊരു അനാവശ്യമായ ഒരു കോള് പോലും ചെയ്യാറില്ല പുള്ളിക്ക്. ഒരു എന്താ എവിടാണ് സുഖമാണ് ഒന്ന് അവിടെ പുള്ളിയെടുക്കുക ആളിരിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തോട്ട് പോലും പോവില്ല. ഞാൻ ആ മനുഷ്യന് കൊടുക്കേണ്ട സകല സ്നേഹവും ബഹുമാനവും ആദരവും കൊടുക്കുന്നുണ്ടായിരിക്കാം എന്നെ കണ്ടെത്തുന്നത്. ഇത്രയും സൗഹൃദവും ഇത്രയും സ്നേഹവും ഉണ്ടെങ്കിലും എൻ്റെ വീടിനടുത്ത് ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് 15 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റ ദിവസമേ പോയുള്ളൂ അദ്ദേഹത്തിന്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് നിൽക്കുമ്പം ഈ നാട്ടിലുള്ളവരെല്ലാം ഒരു ഫോട്ടോ ഇടാം. ഒരു ഫോട്ടോ എന്ന് പറയാൻ എനിക്ക് ഇവരെ മുറിപ്പിക്കാനൊക്കെ അല്ല, ഇദ്ദേഹത്തെ മുറിപ്പിക്കാൻ. അപ്പം ഞാൻ ബുദ്ധിപരമായ തീരുമാനം എടുത്തു, പോകണ്ട. എനിക്ക് അതിനകത്തുണ്ട് വിഷം കുറച്ച് മാറിയായിരുന്നു, അത് ഞാൻ പോയി ചെയ്തു. അപ്പോൾ എന്തോ ആത്മബന്ധമുണ്ട്, അതുകൊണ്ടാണ് സന്തോഷം. അത് മുന്നോട്ട് പോട്ടെ. ആ ഒരു സ്വീകരണം എങ്ങനെയായിരുന്നു? അത് പറയാനൊക്കെ അത് സ്വപ്നത്തിനപ്പുറത്താണ്. നമ്മൾ ഈ കണ്ട സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഈ വീടിനടുത്തൊരു നാടകം കളിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള നാടകത്തിലുള്ള അന്നത്തെ നാടകത്തിലുള്ള GK പിള്ള സാറിനെ കൂടെ അഭിനയിച്ചിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോയില്ല. അന്ന് വീട്ടിൽ അദ്ദേഹത്തെ കൊണ്ട് ഇരുത്താൻ കൊണ്ട് കുറണ്ടി പോലും ഇല്ല. എൻ്റെ വീട്ടിൽ കുറണ്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ചെറിയ തടിയുടെ ഒരു നല്ല കസേരയില്ല, ഒരു വീടെന്ന് പറയാൻ അപ്പോൾ തന്നെ മനസ്സിലാവില്ല. അന്നത്തെ അതുപോലൊരു സാഹചര്യത്തിൽ ജീവിച്ച് ഞാൻ നാടകം കളിച്ച് വീട് വെച്ചു. അതിനുശേഷം സിനിമയിലെത്തിയപ്പോഴും വീട് വെക്കാനുള്ള രണ്ടല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഞാനിപ്പോൾ സിനിമയ്ക്ക് വരുമ്പോൾ നല്ല ഹോട്ടലുകളിൽ വലിയ വലിയ ഹോട്ടലിൽ നല്ല റൂമുകളിൽ എ സിയിലൊക്കെ കിടക്കും. അപ്പം അങ്ങനൊന്നും എൻ്റെ വീട്ടുകാർക്ക് കിടക്കാനൊന്നും പറ്റിയിട്ടില്ലെന്നേ. അച്ഛനൊന്നും പറ്റിയിട്ടില്ല. നല്ല ഒരു മെത്തയിൽ കിടക്കാൻ എൻ്റെ അച്ഛന് പറ്റിയിട്ടില്ല. മരിക്കാറൊക്കെ ആയപ്പോഴാണ് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം എൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും അല്ലെങ്കിൽ മകനും അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കുന്നു എന്ന് അവരവിടെ കിടക്കുന്നുണ്ട് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ എനിക്ക് ഈ എ സി കിടന്ന തണുപ്പുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ സുരക്ഷിതമായി കിടക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. കള്ളക്കടമാണെങ്കിലും കടമാകട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. സിനിമയിൽ നിന്ന് കിട്ടിയതിനൊക്കെ എൻ്റെ അപ്പം അത്ര പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ അത്ര കുന്തളിപ്പ് നീ കാണിക്കണമായിരുന്നു ചോദിക്കും. പക്ഷേ വീട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ സത്യം. അത് മറ്റുള്ളവർ പറഞ്ഞറിയിക്കേണ്ട അല്ലെങ്കിൽ പോഷ് കാണിക്കാനൊന്നുമല്ല. ആ വീട് വെച്ചപ്പോൾ ഈ GK പിള്ള സാറ് പുള്ളി വരാത്തല്ല, ഞാൻ കൊണ്ടുവരാത്ത വീട്ടിലേക്ക് 19 നടന്മാർ വന്നു. അതിൽ ടൊവിനോ ഉൾപ്പെടെയുള്ള, രാജശേഖരൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഷാജൻ ചേട്ടൻ ഉൾപ്പെടെ ഒരു നാടിൻ്റെ ഒരു ഉത്സവമായി മാറി. അത് ഇപ്പോഴാണ് ശരിക്കും എന്നോട് നിനക്ക് എന്നാ പണിയെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി, എനിക്ക് എന്നാ പണിയെന്നൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് വലിയ സന്തോഷം. അത് പുള്ളി വല്ലാത്തൊരു അഡ്രസ്സും വല്ലാത്തൊരു ജീവിതം നീട്ടിത്തന്ന ദിവസം അത് ഏപ്രിൽ 19. എങ്ങനെ മറക്കാൻ? ഞാൻ നടന്നു വന്ന വഴികളിൽ ഒരു പല കാര്യങ്ങളും ഇൻസിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ കൈ ചൂണ്ടി തന്നിട്ടുള്ളവർ, കൈ നീട്ടിയവരെന്നും ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ മറക്കില്ല. അത് മറന്നാൽ പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ പേര് മാറ്റി പറയണ്ടേ? അച്ഛൻ്റെ ഒരു പ്രകാശം, അത് തന്നെ ഞാൻ മരിക്കുന്നവരെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്.